ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്ലിക്കേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഡേറ്റയുടെ റിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സിൽ ഡേറ്റയുടെ കോപ്പീസ് മെയിൻറ്റെയിൻ ചെയ്യുക, മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിൽ. അപ്പോൾ ഇതിനാണ് നമ്മൾ റിപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലൊക്കെ ഇത്തരത്തിൽ നമ്മൾ ഡേറ്റാസിനെ റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അത് പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റ്, ഫോൾട്ട് ടോളറൻസ്, അവൈലബിലിറ്റി, ഹൈലി അവൈലബിലിറ്റി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റ്, അതിന് സിമ്പിളായിട്ട് നമ്മൾ റിയൽ ലൈഫിൽ ബേസ് ചെയ്തൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ ബ്രൗസർ എടുത്ത് ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് ആദ്യമായിട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ പിന്നെ ആ വെബ്സൈറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ആക്സസ് ചെയ്യാൻ ശ്രമിച്ചതിനേക്കാൾ എളുപ്പത്തിൽ സ്പീഡിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്നറിയാവുക, ഈ ബ്രൗസർ ആ ആക്സസ് ചെയ്ത വെബ്സൈറ്റിൻ്റെ ഒരു കഷേഡ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എളുപ്പത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ വേറെ ഒരു എക്സാമ്പിൾ ഈ പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ, ഇപ്പം ഒരു പർട്ടിക്കുലർ ഡൊമെയിൻ, ആ ഡൊമെയിനിൽ ഒരുപാട് സർവേഴ്സ് ഉണ്ട്. ആ സർവേഴ്സ് ഇപ്പം ഒരു ഡേറ്റയുടെ റിപ്ലിക്കേറ്റഡുള്ള കോപ്പീസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വെബ്സൈറ്റ്, ഒരു ഉദാഹരണത്തിന് ഒരു www.awebsite.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ സൈറ്റിൻ്റെ DNS നെയിമുമായിട്ട് ഈ സെർവറുകളുടെ ഈ പറയുന്ന സെർവറുകൾ റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഹോൾഡ് ചെയ്ത സെർവേഴ്സിൻ്റെ IP അഡ്രസ്സ് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ ഈ സെർവേഴ്സിന് വർക്ക് ലോഡുകളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് ഈ സർവീസ് വർക്ക് ലോഡിനെയൊക്കെ ഷെയർ ചെയ്യുന്നത്? അതായത് ഇപ്പം ഒരു www.awebsite.org എന്ന് പറയുന്ന നമ്മൾ ഇപ്പം അടിച്ചു കൊടുത്ത് അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം. സെർച്ച് ചെയ്യുമ്പം ഈ DNS ലുക്കപ്പ് ചെയ്യും, ഈ പറയുന്ന ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ലുക്കപ്പ് ചെയ്യും. ലുക്കപ്പ് ചെയ്യാൻ നേരത്ത് ആ പർട്ടിക്കുലർ വെബ്സൈറ്റുമായിട്ട് നമ്മൾ ഒരുപാട് സെർവേഴ്സിൻ്റെ IP അഡ്രസ്സ് ബൈൻഡ് വെച്ചിട്ടില്ലേ, അതിൽ ഏതെങ്കിലും ഒരു സെർവറിൻ്റെ IP അഡ്രസ്സ് റിട്ടേൺ ചെയ്യുന്നു ഒരു റൗണ്ട് റോബിൻ ഫാഷനിൽ. എന്നിട്ട് ആ പർട്ടിക്കുലർ സെർവർ ആയിരിക്കും പിന്നെ ഈ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ക്ലയൻറ്റ് കൊടുത്ത റിക്വസ്റ്റുകളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്പിൾ സർവീസുകൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് വർക്ക് ലോഡ് വന്നാലും നല്ല പെർഫോമൻസിൽ അതൊക്കെ വർക്ക് ചെയ്തോളും. പക്ഷേ ഈ റിപ്ലിക്കേഷനിൽ വന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ ഡേറ്റ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേറ്റാസൊക്കെ ഇല്ലേ, അപ്പം അതൊക്കെ നമ്മൾ പല സർവീസിലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഡേറ്റ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ ആ റിപ്ലിക്കേറ്റ് ആയിട്ടുള്ള പർട്ടിക്കുലർ ഡേറ്റയുടെ കോപ്പി ഉണ്ടല്ലോ ഒരുപാട്, അതെല്ലാം നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. ഇതെന്ന് പറയുന്ന ഒരു ഓവർഹെഡ് ഉണ്ടാക്കത്തില്ലേ, അതൊരു പ്രശ്നമാണ്. പിന്നെ അടുത്ത റിപ്ലിക്കേഷൻ്റെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് ഫോൾട്ട് ടോളറൻസ്. അപ്പോൾ എന്താണ് ഫോൾട്ട് ടോളറൻസ് എന്ന് പറയുന്നതിലുള്ളത്? അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പം ഏത് തരത്തിലുള്ള ഫോൾട്ടുകളായാലും എത്ര ഫോൾട്ടുകൾ ഉണ്ടായാലും സിസ്റ്റം കറക്റ്റ്ലി ബിഹേവ് ചെയ്യണം. അപ്പം ഒരു ക്ലയൻറ്റിന് ആ ഡേറ്റയുടെ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ആ ഡേറ്റ എത്രത്തോളം ഫ്രഷാണ് എന്നതനുസരിച്ചിരിക്കും. മാത്രമല്ല ആ പർട്ടിക്കുലർ ഡേറ്റയിൽ ആ ക്ലയൻറ്റിൻ്റെ ഓപ്പറേഷൻസിൻ്റെ എഫക്റ്റ്, അതുപോലെ ആ പർട്ടിക്കുലർ ഡേറ്റ എത്രത്തോളം പുതിയതാണ് എന്നതിന് ബേസിച്ചിരിക്കും അതിൻ്റെ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഈ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സെർവറിൻ്റെ റെസ്പോൺസിൻ്റെ ടൈം ലൈനസ് ആണെന്നും പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഈ എയർ ട്രാഫിക് കൺട്രോളൊക്കെ ഇല്ലേ, അപ്പം ഇവിടെ ഈ ഷോർട്ട് ടൈം സ്കെയിലൊക്കെ ഈ കറക്റ്റായിട്ടുള്ള ഡേറ്റാസൊക്കെ ആവശ്യമായിട്ട് വരും ഈ എയർ ട്രാഫിക് കൺട്രോളിലൊക്കെ. അതൊക്കെ നമുക്ക് ഇവിടെ ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ എന്താണ് ഫോൾട്ട് ടോളറൻസ് സർവീസ് എന്താ പറയുന്നത്? ഇതെന്ന് പറയുന്നത് എന്തൊക്കെ തരത്തിലുള്ള ഫോൾട്ട് ഉണ്ടായാലും, എത്ര നമ്പർ ഓഫ് ഫോൾട്ട്സ് ഉണ്ടായാലും സിസ്റ്റംസ് കറക്റ്റ്ലി ബിഹേവ് ചെയ്യണം, ഈ സർവീസ് കറക്റ്റ്ലി ബിഹേവ് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പം അവിടെയുള്ള ഡേറ്റാസ് അതെപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അപ്പം ആ ഡേറ്റയിൽ പലതരത്തിലുള്ള ക്ലയൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ടുണ്ടാകും. അപ്പോഴും ആ ഡേറ്റ എന്ന് പറയുന്നത്, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടുണ്ടോ അതൊക്കെ ആ ഡേറ്റയിൽ എഫക്റ്റ് ചെയ്തിരിക്കണം.
ആ പർട്ടിക്കുലർ ഡേറ്റ അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ എയർ ട്രാഫിക് കൺട്രോളൊക്കെ സിസ്റ്റമൊക്കെ ഇല്ലേ, അവിടെ നിന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആ ഷോർട്ട് ടൈം സ്കെയിലിൽ എന്തായാലും കറക്റ്റ് ഡേറ്റയൊക്കെ ആവശ്യം വരുന്ന സാഹചര്യമൊക്കെ വരും. അപ്പോൾ ഇവിടെ എല്ലാം ഫോൾട്ട് ടോളറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി റിപ്ലിക്കേഷൻ എങ്ങനെയാണ് ഹൈ അവൈലബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഈ യൂസേഴ്സിന് എന്തെങ്കിലുമൊക്കെ സർവീസുകൾക്ക് ആവശ്യം യൂസേഴ്സിന് ആവശ്യമായ കുറച്ച് സർവീസുകളൊക്കെ ഇല്ലേ, ഇവയെന്നൊക്കെ പറയുന്നത് എപ്പോഴും ഹൈലി അവൈലബിൾ ആയിരിക്കണം. അതായത് യൂസേഴ്സ് എപ്പം വേണമെന്ന് പറഞ്ഞാലും ആ സർവീസുകൾ അവൈലബിൾ ആയിരിക്കണം. എത്ര ആൾക്കാർ വർക്ക് ലോഡ് കൂടിയാലും, ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് കൂടിയാലും, യൂസറിൻ്റെ എണ്ണം കൂടിയാലും ഒക്കെ ഈ യൂസറിന് ആവശ്യമുള്ള റിസോഴ്സുകൾ എപ്പോഴും ഹൈലി അവൈലബിൾ ആയിരിക്കണം. അപ്പം ഈ പലതരത്തിലുള്ള ഈ പെസിമിസ്റ്റിക് കൺകറൻസി കൺട്രോൾ കോൺഫ്ലിക്ട്സ് അതൊക്കെ കാരണം ഒരുപാട് ഡിലേ ഉണ്ടാകും. എങ്കിലും ഈ ഹൈലി അവൈലബിലിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അവ എന്തൊക്കെയാണെന്ന് നോക്കാം. സെർവർ ഫെയിലുവേഴ്സും നെറ്റ്വർക്ക് പാർട്ടീഷൻസ് ആൻഡ് ഡിസ്കണക്റ്റഡ് ഓപ്പറേഷൻസും. അപ്പം എന്താണ് ഈ സെർവർ ഫെയിലുവർ എന്ന് പറയുന്നത്? അതായത് ഇപ്പം ഒരുപാട് ഫെയിലുവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെർവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡേറ്റാസ് ഈ ഫെയിലുവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെർവേഴ്സിലായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ട് എന്നുവെച്ചാൽ അതിൻ്റെ കോപ്പീസ് പല ഫെയിലുവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെർവേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു സെർവർ ഫെയിൽ ആകുകയാണെങ്കിൽ മറ്റു സെർവറിലുണ്ടല്ലോ ഈ ഡേറ്റ റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഡേറ്റയുടെ കോപ്പി ഉണ്ടല്ലോ, അതിനെ ആക്സസ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി നെറ്റ്വർക്ക് പാർട്ടീഷൻസ് ആൻഡ് ഡിസ്കണക്റ്റഡ് ഓപ്പറേഷൻ, ഇവിടെ എന്താ പറയുന്നത്? ഈ മൊബൈൽ യൂസേഴ്സ് ഒക്കെ ഇല്ലേ, അവർ ചിലപ്പം അവരുടെ കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ വയർലെസ് നെറ്റ്വർക്കിൽ നിന്നും അൺഇൻറ്റൻഷനലി ആയിരിക്കാം അവർ ഡിസ്കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു യൂസർ ഒരു പർട്ടിക്കുലർ ട്രെയിനിൽ ലാപ്ടോപ്പുമായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഈ ട്രെയിൻ ഓടുന്നതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് നെറ്റ്വർക്ക് കണക്ഷൻ പോയി. അപ്പം ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷനിലൊക്കെ ഡിസ്കണക്റ്റഡ് വർക്കിംഗ് ഓർ ഡിസ്കണക്റ്റഡ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു, യൂസർ ഏത് ഡേറ്റയാണോ ഈ യൂസറിന് വേണ്ടത്, ആ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡേറ്റ ഇല്ലേ അതിനെ കോപ്പി ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഷെയർഡ് ആയിട്ടുള്ള ഡയറി ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻസിനെ കോപ്പി ചെയ്യുന്നു. എവിടെയാണോ അത് കിടക്കുന്ന ആ യൂഷ്വൽ എൻവയോൺമെൻറ്റിൽ നിന്നും ലാപ്ടോപ്പിലേക്ക്. പക്ഷേ ഇങ്ങനെ കോപ്പി എവിടെ സേവ് ചെയ്തിട്ടാലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് വന്ന്, കാരണം ഈ ഡേറ്റ അല്ലെങ്കിൽ ഷെയർഡ് ഡയറി അല്ലേ, അപ്പോൾ വേറെ ക്ലയൻറ്റുകൾ അത് അക്സസ് ചെയ്യുന്നവരല്ല. ക്ലയൻറ്റുകൾ ഈ ഡയറി അല്ലെങ്കിൽ ഈ ഡേറ്റയിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഈ കണക്ഷൻ ഡിസ്കണക്ട് ആയ ടൈമിൽ മറ്റേ യൂസർ ട്രെയിനിൽ നിൽക്കുന്ന യൂസർ അതൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അപ്ഡേഷൻ വരുത്താത്ത ഡേറ്റ ആയി പോകത്തില്ലേ ഈ യൂസറിൻ്റെ കയ്യിൽ, ട്രെയിനിൽ ഇരിക്കുന്ന യൂസറിൻ്റെ കയ്യിൽ. ആ അപ്ഡേഷനൊന്നും മിസ്സിങ് ആകാൻ, അതായത് പല അപ്ഡേറ്റ്സും ഇങ്ങനെ മിസ്സാകാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇവിടെ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് ഒക്കെ ഫീസിബിൾ ആകുന്നത് എപ്പോഴാണ്? അതായത് ഇങ്ങനെ നെറ്റ്വർക്ക് ഡിസ്കണക്റ്റ് ആയി അപ്പോഴും ആ ഡേറ്റയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ കോൺഫ്ലിക്റ്റുകൾ പിന്നെ നെറ്റ്വർക്ക് കണക്റ്റ് ആകത്തില്ലേ, ആ ടൈമിൽ റിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റണം. എന്നാൽ മാത്രമേ ഈ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് ഫീസിബിൾ ആവുകയുള്ളൂ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റിക്വയർമെൻറ്റ്സ് ഫോർ റിപ്ലിക്കേറ്റഡ് ഡേറ്റ. അപ്പം ഈ റിപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ട ഡേറ്റയുടെ കോമൺ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് റിപ്ലിക്കേഷൻ ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ എന്താണ് ഇവിടെ റിപ്ലിക്കേഷൻ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്? അതായത് ഇപ്പം ഒരു പർട്ടിക്കുലർ ഡേറ്റനെ ഉപയോഗിക്കുന്ന ക്ലയൻറ്റ് അവർക്കറിയത്തില്ല അവിടെ ആ പർട്ടിക്കുലർ ഡേറ്റയുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫിസിക്കൽ കോപ്പീസ് ഉണ്ട് എന്നൊന്നും ഈ ക്ലയൻറ്റിന് അറിയുകയില്ല. അപ്പോൾ ക്ലയൻറ്റിന് അറിയാവുന്നത് ഈ ഡേറ്റ എന്ന് പറയുന്നത് കുറേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലോജിക്കൽ ഒബ്ജക്ട്സുകളുടെ രൂപത്തിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്നതാണ്. അതുപോലെ തന്നെ ഓരോ കേസിലും ഇപ്പോൾ ഓരോ ഓപ്പറേഷൻസ്
എന്താണ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്ത് അത് പെർഫോം ചെയ്യാൻ നേരത്ത് ഇവർ ഒരേ ഒരു ഒബ്ജക്റ്റേ ഉള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് ആ ഒബ്ജക്റ്റിൽ നിങ്ങൾ റിക്വസ്റ്റ് എടുത്ത് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് റിപ്ലിക്കേഷൻ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ ഡേറ്റ കോപ്പീസ് ആണ് എങ്കിലും ക്ലയൻറ്റിന് തോന്നും ആകെ അവിടെ ഒരു ഡേറ്റയേ ഉള്ളൂ, കോപ്പീസ് ഒന്നും ഇല്ല എന്നുള്ള ഒരു എന്താണ് വ്യൂ ക്ലയൻറ്റിന് തോന്നിക്കത്തുള്ളൂ. അതാണ് റിപ്ലിക്കേഷൻ ട്രാൻസ്പെറൻസിയിൽ പറയുന്നത്. ഇനി കൺസിസ്റ്റൻസി ഇതെന്താ പറയുന്നത്? അതായത് ഇപ്പം കുറേ കളക്ഷൻ ഓഫ് റിപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്തു. അപ്പോൾ ഇതെന്ന് ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പം ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ ഒരു കറക്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം ഒരു ഉദാഹരണം പറയണമെങ്കിൽ നമ്മൾ ട്രെയിനിൽ ഒരു യൂസർ പോകുമായിരുന്നു ലാപ്ടോപ്പും കൊണ്ട്. അപ്പം ഈ ട്രെയിൻ ഓടുന്നതുകൊണ്ടായിരിക്കും നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടിയില്ല. അപ്പം ആ പർട്ടിക്കുലർ യൂസർ ഒരു ഷെയർഡ് ആയിട്ടുള്ള ഡയറി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ ഡയറിയിൽ ആവശ്യമായ കുറച്ച് ഡേറ്റാസ്, അത് ഹെവിലി യൂസ്ഡ് ആയിട്ടുള്ള ഡേറ്റാസ്, അത് അവർ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഈ കോപ്പി ചെയ്ത ഡേറ്റ ചിലപ്പം വേറെ യൂസേഴ്സ് ആൾട്ടർ ചെയ്തിട്ടുണ്ടാവാം. അപ്പം ഈ യൂസർ പിന്നെ ട്രെയിനിൽ പോണ യൂസറല്ലേ, പിന്നെ നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടി നോക്കുമ്പം ആ പർട്ടിക്കുലർ ഡേറ്റ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് തോന്നാം കണക്ട് ചെയ്യുമ്പം. പക്ഷേ ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ക്ലയൻസുകൾക്കൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സുകളാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രോബ്ലമൊക്കെ ഈ ബേയു ആൻഡ് കോഡ ഫയൽ സിസ്റ്റത്തിലൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ പ്രശ്നം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് റിപ്ലിക്കേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.